നമ്മുടെ വീട്ടിലെ മരുന്ന് പെട്ടിയിൽ സൂക്ഷിച്ചിരിക്കുന്ന പല മരുന്നുകളും ഇനി മുതൽ വിപണിയിൽ ലഭ്യമാകില്ല എന്ന സുപ്രധാന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അംഗീകാരമില്ലാത്ത നിരവധി കോമ്പിനേഷൻ മരുന്നുകളുടെ വിൽപ്പന അടിസ്ഥാനപരമായി തടയാനാണ് ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ ലാബ് ടെസ്റ്റിംഗ് ഡേറ്റയുടെ അടിസ്ഥാനത്തിലാണ് ഈ നിർണായക നീക്കം. പല പ്രമുഖ മരുന്നുകളും നിർമ്മാണ വേളയിൽ പാലിക്കേണ്ട ക്ലിനിക്കൽ ട്രയൽ നിയമങ്ങൾ ലംഘിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നിത്യവും ഉപയോഗിക്കുന്ന പാരസെറ്റമോൾ സംയുക്തങ്ങൾ മുതൽ മൾട്ടി വിറ്റമിനുകൾ, ഫോളിക് ആസിഡ് ഗുളികകൾ, വിവിധ തരം സിറപ്പുകൾ, ചർമ്മരോഗങ്ങൾക്കുള്ള ക്രീമുകൾ, വേദന സംഹാരികൾ എന്നിവയെല്ലാം ഈ പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം മരുന്നുകളുടെ നിർമ്മാതാക്കൾക്കും വിതരണക്കാർക്കുമെതിരെ ഇതിനോടകം തന്നെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. സുഗം ബോട്ടലിലെ പരിശോധനാ ഫലങ്ങൾ പ്രകാരം അനുമതിയില്ലാതെ വിപണിയിലെത്തിയ ഇത്തരം മരുന്നുകളെ പുതിയ മരുന്നുകളുടെ ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രാജ്യത്തെ നിയമമനുസരിച്ച് ലൈസൻസിംഗ് അതോറിറ്റിയുടെ മുൻകൂർ അനുമതിയില്ലാതെ ഇത്തരം മരുന്നുകൾ നിർമ്മിക്കാനോ വിൽക്കാനോ പാടില്ല. ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ മുൻനിർത്തിയാണ് ഈ നടപടിയെന്നും പുതിയ മരുന്നുകൾ വിപണിയിലെത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ കേന്ദ്ര അതോറിറ്റിയിൽ നിന്ന് കൃത്യമായ ലൈസൻസിംഗ് നേടിയെടുക്കണമെന്നും ഡ്രഗ് കൺട്രോൾ ജനറൽ ഓഫ് ഇന്ത്യ അറിയിച്ചു. മരുന്നുകൾ വാങ്ങുമ്പോൾ ഡോക്ടറുടെ നിർദ്ദേശം കർശനമായി പാലിക്കാനും അംഗീകൃത മരുന്നുകൾ മാത്രം ഉപയോഗിക്കാനും പൊതുജനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.